നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങനെ 2 ദിവസത്തെ ഇടിവിനും ഭീതിക്കും ശേഷം നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്യുവാൻ സാധിച്ചു. അതുമാത്രമല്ല, ഇന്ന് എല്ലാ ഇൻഡസ്ട്രീസും നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് നമ്മുടെ മാർക്കറ്റിൽ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇന്ന് 250 പോയിന്റ്സിന് മുകളിലുള്ള ഒരു റാലിയാണ് ഇന്ന് കാണുവാനായിട്ട് സാധിച്ചത്. നിഫ്റ്റി എന്തായാലും 24,700 എന്ന ലെവലിൽ സപ്പോർട്ട് ഇന്ന് എടുക്കുകയുണ്ടായി. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയപ്പോൾ തന്നെ ഇന്നത്തെ ഡേ ലോ ക്രിയേറ്റ് ചെയ്തു. അവിടെ നിന്ന് നിഫ്റ്റി റിക്കവർ ആകുന്നതാണ് കാണുവാൻ ആയിട്ട് സാധിച്ചത്. ഏകദേശം 11:30-12 മണിയോട് കൂടിയിട്ട് നിഫ്റ്റി 24,900 എന്ന റേഞ്ചിന് മുകളിലേക്ക് പോവുകയുണ്ടായി. അവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് 24,950-ന്റെയും 24,860-ന്റെയും ഇടയ്ക്ക് നിന്നുകൊണ്ടുള്ള ഒരു കൺസോളിഡേഷൻ ആയിരുന്നു. ഇന്നത്തെ മാർക്കറ്റില് നിഫ്റ്റിയില് SBI ലൈഫ് ഇൻഷുറൻസ്, അൾട്രാടെക് സിമെന്റ്, ഭാരത് ഇലക്ട്രോണിക്സ്, HDFC ലൈഫ്, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളിൽ നേട്ടം കണ്ടപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, അദാനി പോർട്സ്, സൺഫാർമ തുടങ്ങിയ സ്റ്റോക്കുകളിൽ നഷ്ടം നേരിടുകയുണ്ടായി. ഇന്ന് എല്ലാ സെക്ടോറിയൽ ഇൻഡസ്ട്രീസും പോസിറ്റീവായിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. IT, മെറ്റൽ, റിയാലിറ്റി, ഓയിൽ ആൻഡ് ഗ്യാസ് ഉൾപ്പെടെ 1% മുകളിൽ നേട്ടത്തോടു കൂടിയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. മിഡ് ക്യാപ്പ് 0.9% നേട്ടമുണ്ടാക്കിയപ്പോൾ സ്മോൾ ക്യാപ്പ് 0.4% നേട്ടമാണ്. വല്ലാത്ത ഒരു അനിശ്ചിതാവസ്ഥയിലായിരുന്നു നമ്മൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് എൻ്റർ ആയത്. പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റ് ടെൻഷൻസും അതിനെ തുടർന്നുണ്ടായ ഓയിൽ പ്രൈസസിന്റെ ഹൈക്കുകളൊക്കെ. എന്നാൽ ഇതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഇന്ന് മാർക്കറ്റ് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചത്. തുടക്കത്തിലെ ഒരു അരമണിക്കൂർ ഒഴിച്ച് നമ്മൾ കണ്ടത് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകുന്നതാണ്. പിന്നെ അതിനുശേഷം ഒരു കൺസോളിഡേഷൻ. നമുക്ക് ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കാം. US മാർക്കറ്റിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ 150 പോയിന്റിലേറെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് FTSE, CSE, DAX മൂന്നും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. ജപ്പാന്റെ നിക്കി 225 ഒക്കെ ഇന്ന് ഏകദേശം 477 പോയിന്റ്സിന് നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റില് റാലി ഉണ്ടാകുവാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ ആദ്യമായി തന്നെ ഡോ ജോൺസ് ഫ്യൂച്ചർ, അതായത് US മാർക്കറ്റിൽ കണ്ട ചെറിയൊരു റിക്കവറിയാണ്. അതോടനുബന്ധിച്ച് വന്ന യൂറോപ്യൻ മാർക്കറ്റ്സും നമ്മുടെ മാർക്കറ്റിന്റെ മുന്നോട്ടുള്ള ഗതിയെ ട്രിഗർ ചെയ്യുവാൻ ഇന്ന് സഹായകമായി. രണ്ടാമതായി വന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്തു, അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി എന്നുള്ളതാണ് അടുത്ത കാരണം. ഇൻവെസ്റ്റേഴ്സ് ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മൂലം അവരെന്ത് ചെയ്തു? ലാർജ് ക്യാപ്പ് ബ്ലൂ ചിപ്പ് കൗണ്ടേഴ്സിലേക്ക് എൻ്റർ ആകുന്നതാണ് ഇന്ന് കാണുവാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് ലീഡിംഗ് ആയ നിഫ്റ്റി 50യിലും സെൻസെക്സിലുമുള്ള സ്റ്റോക്കുകളിലേക്ക് ഹ്യൂജ് ബൈയിങ് ആണ് ഇന്ന് കണ്ടത്. തൽഫലമായി നമുക്കറിയാം ഇൻഡെക്സ് സ്റ്റോക്കുകളിൽ ബൈ വരുമ്പോൾ ഇൻഡെക്സും ഉയരും. പ്രധാനമായും റാലി നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടാകുവാൻ കാരണം. തത്സമയം നമ്മുടെ ബോർഡർ മാർക്കറ്റ്സിലും വെള്ളിയാഴ്ച മോശം പെർഫോമൻസ് ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ബോർഡർ മാർക്കറ്റ്സും സ്മാർട്ടായിട്ട് റിക്കവർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇന്ന് ക്രൂഡ് ഓയിലിന്റെയും ബ്രന്റ് ക്രൂഡിന്റെ ഒക്കെ പ്രൈസിൽ ഇടിവ് വരാൻ പ്രധാനപ്പെട്ട കാരണം മാർക്കറ്റിന് ഒരു വിശ്വാസം വന്നു. അതായത് ഇറാൻ ഹോർമൂസ് കപ്പൽപാത അടയ്ക്കുമോ എന്നൊരു ഭയമായിരുന്നു മാർക്കറ്റിനുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തോടു കൂടി മാർക്കറ്റിന് ഒരു കോൺഫിഡൻസ് വന്നു. ഈ യുദ്ധം മൂലം ഈ പാത തൽക്കാലം എന്തായാലും ഇറാൻ അടയ്ക്കാൻ വേണ്ടി പോകുന്നില്ല എന്നത്. ഈ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയാണ് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയൊക്കെ ഇന്ന് വിലയിൽ ഇടിവ് വരാൻ കാരണമായത്. ഇന്ന് വന്ന ഡേറ്റകൾ പ്രകാരം ഇന്ത്യയിലെ ടോപ്പ് ബ്രോക്കറേജസിൽ നിന്നും 2,70,000 ക്ലയന്റുകൾ കൊഴിഞ്ഞുപോക്കുണ്ടായി എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഇന്ന് ട്രേഡിംഗിൽ കാണുവാൻ സാധിച്ചത് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയതോടെ തന്നെ നിഫ്റ്റിയിലെ ഈ ആഴ്ചയിലുള്ള വീക്ക്ലി കോൺട്രാക്റ്റുകളിൽ കോൾ സൈഡിലുള്ള സ്ട്രൈക്കുകളുടെ പ്രീമിയം മാർക്കറ്റ് ഓപ്പൺ ആയി ഉടനടി തന്നെ മെൽറ്റ് ആകുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത്. കോൾ സൈഡിലേക്കുള്ള പ്രീമിയം ഒക്കെ വളരെ
വളരെ ഭീകരമായ രീതിയിൽ മെൽറ്റായി. അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിന് ഒരു അട്രാക്റ്റീവ് ആയ ഒരു പ്രൈസിലല്ല കോൾ സൈഡിലെ പ്രീമിയം ഇപ്പോൾ നിൽക്കുന്നത്. തത്സമയം പുട്ട് ഓപ്ഷൻസിന്റെ പ്രീമിയം ഫാർ അവേ OTMസിൽ ഫസ്റ്റ് സെക്ഷനിൽ പ്രീമിയം ഇടിയുന്നതായി കണ്ടെങ്കിലും ഒരു 10-11 മണിക്ക് ശേഷം പ്രീമിയംസ് ഇൻക്രീസ് ആയി. ഏകദേശം 3 മണിയോടുകൂടി ഫാർ അവേ OTMസിലൊക്കെ ഇന്നത്തെ ഓപ്പണിംഗ് ലെവലിലേക്ക് തന്നെ പുട്ട് ഓപ്ഷൻ പ്രീമിയംസ് ജമ്പ് ചെയ്യുന്നതായിട്ട് കണ്ടു. 3:05 കൂടിയിട്ട് സഡൻ ആയിട്ട് തന്നെ ഒരു ഫോള് അല്ലെങ്കിൽ മെൽറ്റ് പുട്ട് സൈഡിലേക്കുള്ള പ്രീമിയത്തിൽ കാണുവാൻ സാധിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ന് നിഫ്റ്റിയുടെ PCR ഒക്കെ വളരെ ഭീകരമായി ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമുക്ക് നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ എപ്പോഴും ട്രേഡിങ്ങിനെ ഒരു ബിസിനസ് ആയിട്ട് കാണുക. നമ്മളിപ്പോൾ പ്രീമിയംസും PCR ഒക്കെ പുട്ട് സൈഡിലേക്ക് അനുകൂലമാകാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നു. രണ്ടാമതായിട്ട് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള താരിഫ് നയങ്ങള് ഇനി ഒരാഴ്ച കൂടിയേ അതിന് സമയമുള്ളൂ. അതിനൊരു തീരുമാനം ഏത് സമയം വേണ്ടി വരാം. ഇതുപോലുള്ള യുദ്ധത്തില് എന്തെങ്കിലും ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു ഭീകരമായ അബദ്ധങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുകയാണെങ്കിൽ കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് തന്നെ മാർക്കറ്റിലെല്ലാം മാറി മറിയാം. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയി രാത്രിയിലാണ് സംഭവിക്കുന്നെങ്കിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും തന്നെ മാർക്കറ്റ് ഒരു ഹ്യൂജ് ജമ്പായിരിക്കും ഡൗൺ സൈഡിലേക്ക് നടത്തുക. അപ്പോൾ പ്രത്യേകിച്ച് ഓപ്ഷൻ റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എൻറ്റയർ ക്യാപിറ്റൽ തന്നെ വൈപ്പ് ഔട്ട് ആകാനുള്ള ചാൻസുകൾ ഏറെയാണ്. അതുകൊണ്ട് ഇതൊരു അഡ്വൈസ് അല്ല, എങ്കിൽ കൂടിയും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഇനി 2-3 ആഴ്ചത്തേക്ക്, കാരണം US ട്രേഡ് താരിഫുമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വരണം, ഈ യുദ്ധത്തിന് ചെറിയൊരു അയവ് വരണം. അങ്ങനെയൊക്കെ വരുന്നോടം വരെയെങ്കിലും നമ്മൾ പുട്ട് ഓപ്ഷൻസ് സെല്ല് ചെയ്യാൻ ചൂസ് ചെയ്യുന്നവർ 2 പ്രാവശ്യം ചിന്തിച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി പറയട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വെൽ റൈസ് ഇൻഡസ്ട്രീസ് Q4 റിസൾട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. കമ്പനിയുടെ പ്രോഫിറ്റ് 5 മടങ്ങായിട്ട് വർധനവ് രേഖപ്പെടുത്തി. HBL എഞ്ചിനീയറിംഗ് 133 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ റെയിൽവേയുടെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. കവച് സേഫ്റ്റി സിസ്റ്റംസിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട്. ITC കമ്പനി 472 കോടി രൂപ മുടക്കി ശ്രേഷ്ഠ നാച്ചുറൽ ബയോ പ്രൊഡക്ട്സിനെ അക്വയർ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ഇന്നൊരു 5% ഫോള് സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചു. കാരണം കമ്പനിയുടെ സബ്സിഡിയറി ജാഗ്വർ ലാൻഡ് റോവറിന്റെ ക്യാഷ് ഫ്ലോ ഫ്ലാറ്റ് ആയതും ഫിനാൻഷ്യൽ ഇയർ 2026 മാർജിൻ കുറയുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ്. എൻജിൻ ഇന്റർനാഷണൽ US FDAയുടെ ഭാഗത്തു നിന്നും കമ്പനിയുടെ ബാംഗ്ലൂരിലുള്ള 2 ഫെസിലിറ്റിയിൽ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. പോസിറ്റീവ് റിമാർക്സ് ആണ് കിട്ടിയത്. ഇന്ത്യ സിമെന്റ് അൾട്രാടെക് സിമെന്റ് 7% സ്റ്റേക്ക് കമ്പനിയിൽ നിന്നും വിറ്റ് ഒഴിയണമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാരണം സെബിയുടെ റൂൾ അനുസരിച്ച് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ പബ്ലിക് പാർട്ടിസിപ്പൻസിന്റെ 25% മിനിമം ഷെയറുകൾ കമ്പനിയിൽ ഹോൾഡ് ചെയ്യണം. പക്ഷെ അതേസമയം പ്രൊമോട്ടറായ അൾട്രാടെക് സിമെന്റ് 75% മുകളിൽ മറികടന്നു അവരുടെ ഷെയർ ഹോൾഡിംഗ്. സോ സെബിയുടെ നിയമം അനുസരിച്ച് 7% വരുന്ന സ്റ്റേക്കുകൾ വിറ്റ് ഒഴിയേണ്ടതായിട്ടുണ്ട്. സൺ ഫാർമ US FDAയുടെ ഭാഗത്തു നിന്നും ഗുജറാത്തിലെ ഹാലോ ഫെസിലിറ്റിയിൽ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. 8 ഒബ്സർവേഷൻസ് കിട്ടിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.